പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ ഈ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റൂബി. ഇത് എൻ്റെ മകൾ ഏഞ്ചലീന. ഞാൻ എറണാകുളം ജില്ലയിലെ തദ്ദേവസ്പുരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോളുടെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മോൾക്ക് ചെറുപ്പം മുതൽ തന്നെ എല്ലാ മാസവും പനിയും ചുമയും വരുമായിരുന്നു. പനി വന്ന് ഉടനെ തന്നെ ചുമ അതൊരു 10-20 ദിവസത്തോളം തന്നെ നീണ്ടു നിൽക്കുമായിരുന്നു. നെബുലൈസേഷനും ആൻറ്റിബയോട്ടിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലാം മാറിയിരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മോളുടെ പനി കുറേശ്ശെ കുറയുകയും അത് വർഷത്തിൽ 1-2 പ്രാവശ്യമായിട്ട് ചുരുങ്ങുകയും ചെയ്തു. ഇപ്പോൾ 2 വർഷമായിട്ട് മോൾക്ക് ഒരു അസുഖവുമില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, നേർച്ച വസ്തുക്കൾ അവൾക്ക് ഉപയോഗിച്ചിരുന്നു. എല്ലാ ദിവസവും ഞാൻ അവൾക്ക് തൈലവും ഉപ്പും തേനും എല്ലാം കൊടുത്തിരുന്നു. അങ്ങനെ ഈശോ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മോൾക്ക് നൽകിയത്. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ 3ാമത്തെ ഉടമ്പടിയിൽ ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ എഴുതിയിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയപ്പോൾ കുർബാന തുടങ്ങി അതിൻ്റെ അവസാനം വരെ മാതാവിൻ്റെ സാന്നിധ്യം, അതായത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ ഇടത്തു വശത്ത് നിന്നും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടി. അങ്ങനെ ഒരു മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു 10-20 വർഷത്തോളമായി എനിക്ക് ഇടത്തെ കാല് ഭയങ്കര വേദനയായിരുന്നു. വേദന കൂടി വന്നു കഴിഞ്ഞപ്പോൾ പെയിൻ കില്ലറെല്ലാം കഴിച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. വേദന കൂടി അതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ഇടുപ്പിനും തേയ്മാനമാണ്, ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പി ഒരു 7 ദിവസം ചെയ്തു. എന്നിട്ടും വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അഖണ്ഡ ജപമാല റാലി ഒക്ടോബറിൽ വന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ച് അഖണ്ഡ ജപമാല റാലിക്ക് പോയി. അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ കൈ പിടിച്ചു കൊണ്ട് തന്നെ ഞാൻ നടന്നു. അങ്ങനെ ആ ജപമാല റാലിക്ക് ശേഷം എൻ്റെ കാലുവേദന മൊത്തത്തോടെ മാറി. ഇതേവരെ എനിക്കൊരു പെയിൻ കില്ലർ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ മകൾ, അവൾ 10ാം ക്ലാസ്സിലായിരുന്നു. പഠിക്കാനായിട്ട് വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ കാശ് രൂപം കൊടുക്കുകയും ചെയ്തു. ഞാനത് മോൾക്ക് തൈലം തേച്ച് ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്ത് കാശ് രൂപം പിടിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം യൂസ് ചെയ്ത് അവൾ പരീക്ഷയ്ക്ക് പോവുകയും അവൾക്ക് SSLCക്ക് 78.6% മാർക്ക് ലഭിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഇത് സാധിച്ചത്. പിന്നെ പത്രങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും വിശുദ്ധ തൈലം തേച്ച് വിശുദ്ധ ഉപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പേപ്പറെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ സാമ്പത്തികമായിട്ട് ആവശ്യമുള്ള എല്ലാവർക്കും ഞാൻ സഹായം ചെയ്യുമായിരുന്നു. ഇതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു അവളോട് പറഞ്ഞു, സ്ത്രീ